നമസ്കാരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ എന്ന രീതിയിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു കൂട്ടം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ആ കാര്യങ്ങളിന്മേൽ രാജ്യം ഇന്നും വലിയ വലിയ ചർച്ചകൾ നടത്തി വരികയാണ്. മാധ്യമ വിചാരണകളും അതുപോലെ തന്നെ ആ, വലിയ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കും. ശ്രീ രഞ്ജിത്ത് ജി, സ്വാഗതം. ആ, നമസ്കാരം. നമ്മൾ അതെ, ഈ ചൗക്കീദാർ ചോർ ഹെ എന്ന ഒരു ആരോപണത്തിന് ശേഷം ഇപ്പോ വോട്ട് ചോരി എന്നൊരു ആരോപണവുമായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. അത് പഴയതുപോലെയല്ല. കാരണം വോട്ട് മോഷണം എന്ന ആരോപണത്തോടൊപ്പം തന്നെ നിരവധി രേഖകൾ, തെളിവുകൾ, കണക്കുകൾ ഇതെല്ലാം തന്നെ രാഹുൽ ഗാന്ധി നിരത്തുന്നുണ്ട്. അപ്പോ ഇത്തവണ ഇതിനെ അങ്ങ് പഴയതുപോലെ തള്ളിക്കളയാൻ കഴിയുമോ? അതെ അതെ, രാഹുൽ ഗാന്ധിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഈ ചോരി എന്ന് പറയുന്നത്. കാരണം 2004 മുതൽ 2014 വരെ ആദർശ് സ്കാം മുതൽ ഹെലികോപ്റ്റർ സ്കാമും 2Gയും സ്പെക്ട്രവും അങ്ങനെ നിരവധി ചോരികൾ നടന്നിട്ടുള്ളൊരു കാലഘട്ടത്തിലായതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചോരികൾ നടക്കാതെ, അതായത് മോഷണം നടക്കാതെ എങ്ങനെ ഒരു സർക്കാരിന് ഭരിക്കാൻ പറ്റും എന്ന് പുള്ളിക്ക് വലിയ അത്ഭുതമാണ്. അപ്പൊ അത് കാരണം തന്നെ മോഷണങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു പ്രീ അസംഷനിലാണ് അദ്ദേഹം ഓരോരോ ആരോപണങ്ങളുമായിട്ട് പുറത്തു വരിക. ഓക്കെ, അപ്പൊ അത് ഇത് മാത്രമല്ല, ചൗക്കീദാർ ചോറും മാത്രമല്ല. ചൗക്കീദാർ ചോറ് വന്നത് അദാനിയുമായിട്ടുള്ള ബന്ധത്തിനും അനിൽ അംബാനിയുമായിട്ടുള്ള ബന്ധത്തിന്റെയും ഒക്കെ പേരില. ഇതൊക്കെ അലിഞ്ഞില്ലാതായി പോയി. അതേപോലെ തന്നെ പുള്ളി റാഫേലിന്റെ കാര്യത്തിൽ കൊണ്ടുവന്നു. അതേപോലെ തന്നെ പെഗാസസ് വന്നു ഇതില്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പുകൾ തോക്കുന്നത് വോട്ടിംഗ് മെഷീന്റെ കുഴപ്പം കൊണ്ടാണ്, കൃത്രിമം കൊണ്ടാണ് എന്നായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഒരാരോപണങ്ങളിലും അദ്ദേഹത്തിന് തെളിയിക്കാനോ ക്രെഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൂഫ് രാജ്യത്തിന്റെ മുമ്പിൽ വയ്ക്കാനായിട്ടോ കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ പുതിയ ഒരു ആരോപണവുമായിട്ട് അദ്ദേഹം മുമ്പിൽ വന്നിരിക്കുന്നത്. അത് വോട്ട് ചോരി, അതായത് തെരഞ്ഞെടുപ്പില് കൃത്രിമം കാണിക്കുന്നു, വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു എന്ന് പറയുന്നത്. ഇത് ബുദ്ധിയോ ബോധമോ വിവരമുള്ള ആരെങ്കിലും ഇതൊന്ന് അനലൈസ് ചെയ്താൽ, എന്തിനാ ഈവൻ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം പോലും വലിയ മണ്ടത്തരത്തിലാണ് കലാശിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞു വന്നതും ആ മണ്ടത്തരത്തിൽ കലാശിച്ചു എന്ന് മാത്രമല്ല, ആ പറയുന്നത് എന്താണെന്നുള്ളൊരു ബോധ്യം പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നില്ല. ഒരു കാര്യം സമ്മതിക്കണം, അദ്ദേഹം നല്ലൊരു പ്രസന്ററാണ്. ഒരു ബിസിനസ് പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം എന്ന് നമ്മളൊക്കെ ഒരുപാട് കോർപ്പറേറ്റ് പ്രസന്റേഷനുകൾ കാണുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈസ് എ ഗുഡ് ഒറേറ്റർ. നല്ല അതിന് വാക്കുകൾ കൊണ്ട് അമ്മാനമാണ്. കാണാൻ പഠിച്ചിട്ടാണോ എന്നറിയില്ല, പക്ഷെ നന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അതൊരു വിശ്വാസ്യതയാണ്. വളരെ ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അദ്ദേഹം വളരെ മിടുക്കനാണ്. അപ്പോൾ ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ ആരോപണങ്ങൾ നോക്കാം. അതായത് വോട്ടർ പട്ടികയിൽ വളരെ കൃത്രിമമായിട്ട് വോട്ടുകൾ ചേർക്കുന്നു. അങ്ങനെ ചേർത്തിട്ടിരിക്കുന്നതിൽ 2 ഉദാഹരണം, ഒന്ന് മഹാരാഷ്ട്രയും 2 കർണാടകയും. ഈ 2 സംസ്ഥാനങ്ങളും ആലോചിക്കണം. ഒന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മഹാരാഷ്ട്ര ആണെങ്കിലും കർണാടകയാണെങ്കിലും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയായിരുന്നു. ആണേ, മാത്രവുമല്ല അവിടെയാണ് ഈ പറയുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമം നടക്കുക എന്ന് പറയുന്നത്. എന്താണ് ഈ വോട്ടർ പട്ടിക? ഇത് ഒരു പരിധി വരെ കേൾക്കുന്നവർക്ക് തോന്നും, ഭയങ്കരമായ വലിയ വലിയ എന്തോ ഒരു ക്രമക്കേടാണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്, ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുതിയതായിട്ട് ചേർത്തു, ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഇതൊക്കെ സാധിച്ചിരിക്കുന്ന അങ്ങനെ വന്നിട്ട് ആ വോട്ടെല്ലാം ഇത് പൊതുവെ ഒരു 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 ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഒരു എന്താ പറയുന്ന ഒരു പുകമറ സൃഷ്ടിച്ച് ഇതെല്ലാം സത്യമാണെന്ന് ഒരു തോന്നൽ ആദ്യമേ ക്രിയേറ്റ് ചെയ്യാന്നുള്ള. പിന്നെ ഇത് പാടി പുകഴ്ത്താനും പാടി പരത്താനും ഒരുപാട് അനുചരന്മാരുണ്ട്. ഇവരൊക്കെ പേയ്മെന്റ്, അതിലേക്ക് നമുക്ക് വരാം. ആദ്യമേ തന്നെ പറയാം, ഈ വോട്ടർ പട്ടികയിലെ വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് ഓരോ 5 വർഷത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടർ പട്ടിക പുതുക്കുക എന്നുള്ളത് പുതിയ കാര്യമല്ല. കാരണം മരണപ്പെട്ടവരുണ്ടാവും, 18 വയസ്സിന് മുകളിലേക്ക് എത്തുന്നവരുണ്ടാവും. ഇപ്പൊ 10 വർഷം മുമ്പ് 8 or 10 വയസ്സുണ്ടായിരുന്നവർ ഇന്നിപ്പോ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെടേണ്ടവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടിക പുതുക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോ ഇനി നമ്മളെ ഇതിനിടയിൽ ഒരു തമാശ തന്നെ പറയാം. നമ്മുടെ ഹരീഷ് കണാരൻ
മോഹൻലാലിന്റെ സിനിമയിൽ പറയുന്ന ഒരു തമാശയുണ്ട്, ഓരോരോ വിനോദങ്ങളാണെന്ന് പറയും. അതായത് ബീഹാറില് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുമ്പോ SIR എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടക്കുമ്പോൾ പാർലമെന്റിൽ അതിനെ എതിർക്കുക, പുറത്തു വന്നിട്ട് വോട്ടർ പട്ടികയെ പുതുക്കുന്നതിനെ എതിർക്കുകയും അതിനകത്ത് പുതുക്കിയ വോട്ടർ പട്ടികയിലെല്ലാം കൃത്രിമം നടന്നു എന്ന് ആരോപിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഓരോരോ തമാശകളാണ്. ഇത് ഹരീഷ് കണാരൻ പറയുന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ വിനോദങ്ങളാണ് പുള്ളിക്കുള്ളത്. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തു, അതെല്ലാം കള്ള വോട്ടർമാരെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? ഈ രാജ്യത്തെ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ ആരെയും ചേർക്കാൻ പാടില്ല എന്നാണ്. ഇനി അതേപോലെ തന്നെ കർണാടകയിൽ 1-2 മണ്ഡലങ്ങളിലെ എടുത്തിട്ട് പുള്ളി പറയുന്നുണ്ട്, ആ പറഞ്ഞ് അവതരിപ്പിച്ചതിൽ തന്നെ മണ്ടത്തരം പറ്റി, ആ പ്രസന്റേഷനിലും പുള്ളിയുടെ തെറ്റുണ്ടായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പേ ഇതെങ്ങനെയാണ് ഈ വോട്ടർ പട്ടിക ആളെ ചേർക്കുന്നതെന്നറിയാമോ? തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ നരേന്ദ്രമോദി അമിത്ഷായും ഡൽഹിയിൽ ഇരുന്നിട്ട് വോട്ടർ പട്ടിക ഇങ്ങനെ നേരെ അയച്ചു കൊടുത്തു. ആ വോട്ടർ പട്ടിക പ്രകാരം ഓരോ ബൂത്തിലും ഇരിക്കുന്ന ആൾക്കാർ വന്നിട്ട് വോട്ട് ചെയ്യുമൊന്നുമല്ല. കള്ള വോട്ടർമാരെ അവരിങ്ങനെ പേഴ്സണലി ഫോണിൽ വിളിച്ച് BJP-ക്കാർ ഓരോരുത്തരെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നൊന്നും അല്ല. ഇങ്ങനെയൊന്നും അല്ല നാട്ടിൽ നടക്കുന്നത്. ഓരോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ഉദ്യോഗസ്ഥരാണുള്ളത്. ഓക്കെ, കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് എപ്പോഴും നടക്കുന്ന ഒരു പ്രോസസ് അല്ല. അപ്പൊ അവർക്ക് അതിന് മാത്രം വലിയൊരു വിപുലമായ ഒരു സംവിധാനം ഈ 140 കോടി ജനങ്ങളുടെ ഇടയിൽ ഏകദേശം 100 കോടി ജനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 80 കോടി ജനങ്ങൾ ഉണ്ടാവും വോട്ട് ചെയ്യുന്നവർ നോട്ടിക്കോ. ഇത്രയും പേരെ പ്രോസസ് ചെയ്യാൻ 5 വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലാണെങ്കിലോ 5 വർഷങ്ങളിൽ നടക്കുമ്പോൾ അതിനായിട്ട് ഇത്രയും വലിയൊരു ആൾക്കാരെ വെക്കണം. അതൊക്കെ നമുക്കറിയാം. അധ്യാപകർ തൊട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ തൊട്ട് സർക്കാരിന്റെ വിവിധ സർവീസുകളിൽ ജോലി ചെയ്യുന്നവരെ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡെപ്യൂട്ടേഷനിൽ വിടുകയാണ് ചെയ്യുന്നത്. അത് അതാത് സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് സംസ്ഥാന സർക്കാരുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് അങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് പോലും. അതേപോലെ തന്നെ വോട്ടർ പട്ടികയും ഓരോ പഞ്ചായത്ത് തലത്തിൽ നിന്നും കണക്കെടുത്ത് ആ കണക്കുകൾ സംസ്ഥാന തലത്തിലെത്തി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അനലൈസ് ചെയ്ത് അതിന്റെ പട്ടികകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത് 2 സെറ്റ് എടുത്ത് പാർട്ടികൾക്ക് കൊടുത്ത് അതിൽ നിന്ന് ഇലക്ടറൽ ഓഫീസർമാര് പരാതികൾ സ്വീകരിച്ച് തിരുത്തലുകളെല്ലാം വരുത്തി അതിനുശേഷം ഫൈനൽ പട്ടിക വരുത്തി ആ ഫൈനൽ പട്ടികയും തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾക്ക് മുമ്പേ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീണ്ടും കൊടുത്ത് അവർ വീണ്ടും അത് അനലൈസ് ചെയ്ത് ഫൈനൽ ആക്കിയ ശേഷം ഇത് ഫൈനൽ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും. അത് അതാത് ബൂത്ത് തലങ്ങളിൽ വരെ കാസ്കേഡ് ചെയ്ത് ഡൗൺ ചെയ്ത് ഓരോ തലങ്ങളിലും എത്തും. അപ്പൊ അവിടെ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മരിച്ചുപോയവരുണ്ട്, ഇരട്ട വോട്ടവരുണ്ട്, വിദേശങ്ങളിലുള്ളവർക്കുണ്ട്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള വകുപ്പുണ്ട്. മാത്രവുമല്ല ഈ ലിസ്റ്റ് പൂർണ്ണമായും ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്നത് കേട്ടു, ഇതിന്റെ എല്ലാം സോഫ്റ്റ് കോപ്പി വേണം. ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഓൾറെഡി അവൈലബിൾ അല്ലേ? അതൊന്നും എടുക്കാതെ, അതായത് ഈ പ്രോസസ്സുകളെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതകളെ ഇല്ലാതാക്കുക. ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. ഇത് മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്, ഞാൻ തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാണ്. 90 തെരഞ്ഞെടുപ്പുകള് സ്വന്തം നേതൃത്വത്തിൽ നിന്നിട്ട് തോറ്റ മനുഷ്യനാണ് പറയുന്നത്, ഈ 90 തെരഞ്ഞെടുപ്പുകളും ഞാൻ തോറ്റതല്ല. അതേസമയം ആന്ധ്രയില് അവർക്ക് പരാതിയില്ല, തെലങ്കാനയിൽ അവർക്ക് പരാതിയില്ല, കാരണം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പരാതിയില്ല, ഹിമാചൽ പ്രദേശില് പരാതിയില്ല, ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പരാതിയില്ല, ബംഗാളിൽ പരാതിയില്ല. ഓക്കെ, അതായത് അവര് തെരഞ്ഞെടുപ്പ് എവിടെയൊക്കെ തോക്കുന്നോ അവിടെ മാത്രമാണ് കള്ളത്തരം കാണിക്കുക. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരമാവധി എല്ലാ ശ്രമങ്ങളും വിദേശ ശക്തികളുടെ കൈയോടുകൂടി അവർ ശ്രമിച്ചു. എന്നിട്ടും 240 സീറ്റ് മോദിക്ക് കിട്ടി. ഇപ്പം രാഹുൽ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ മോദിക്ക് 400 സീറ്റ് കിട്ടണമായിരുന്നു. മോദി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നടന്ന 400 സീറ്റായിരുന്നു. അതായത് എന്താണ് ഇലക്ട്രൽ പ്രീ പോള് സർവേകളിൽ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ സാധിച്ചു. അങ്ങനെയല്ല നടന്നത്. അങ്ങനെ ആയിരുന്നേ മോദി 400 പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിൽ ഇരിക്കണമായിരുന്നല്ലോ.
അങ്ങനെ നടന്നില്ല. അപ്പോ ഇപ്പോ പുള്ളി നോക്കുന്നത് ഇതിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അതിലേക്ക് ഉള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഈ ആരോപണങ്ങളെ ഓരോന്നായിട്ട് നമുക്ക് നോക്കണം. ഈ ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട, അതായത് മഹാരാഷ്ട്രയിൽ വലിയ വിജയം BJP-ക്ക് ഉണ്ടായി, അത് അവിടുത്തെ ജനവികാരത്തിനും അപ്പുറത്തായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഉദാഹരണമായി അദ്ദേഹം ഒരു സാമ്പിൾ മണ്ഡലം തിരഞ്ഞെടുത്തത് കർണാടകയിൽ നിന്നാണ്. ഉം. അതെ അതെ. അതെന്തുകൊണ്ടായിരുന്നു? അല്ല, അത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ സ്വന്തം എന്താ പറയുന്നത് മാൻഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് പുള്ളി പറയുന്നത് ഇതെല്ലാം ഞങ്ങളുടെ സംശയമാണ്. അതായത് ഇലക്ട്രൽ പട്ടികയിൽ ഇത്ര 40 ലക്ഷം വോട്ടർമാര് മഹാരാഷ്ട്രയിൽ കയറിയിരിക്കുന്നു. അതെല്ലാം കള്ള വോട്ടർമാര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ, അതും ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വന്നിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമാണ് മഹാരാഷ്ട്ര, പ്രത്യേകിച്ച് ബോംബെ. അവിടെ സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിൽ ആൾ കൂടും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, പുള്ളി കർണാടകയിലെ 2 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തു. ഒരു ലോക്സഭാ മണ്ഡലം ബാംഗ്ലൂർ സെൻട്രൽ. ഓക്കെ, അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി, കാരണം പുള്ളിയുടെ സംശയം എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ BJP അതാണ് പറയുന്നത്. അപ്പൊ അവിടെ പുള്ളിയുടെ പ്രസന്റേഷനിൽ തന്നെ ടോട്ടൽ വോട്ട് 6,28,000 വോട്ട് ആണ് ആ മണ്ഡലത്തിലുള്ളത്. പക്ഷെ BJP സ്ഥാനാർത്ഥിക്ക് 6,56,000 58,000 മറ്റോ വോട്ട് കിട്ടി എന്നാണ്. അതായത് 32,707 വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് കൂടുതൽ കിട്ടി. അതായത് ടോട്ടൽ പുള്ളി, ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രസന്റേഷൻ സ്കില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്ന് അനലൈസ് ചെയ്ത് ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് ഉള്ളൊരു സ്വയം ബോധ്യമില്ല. പിന്നെ ആ പ്രസന്റേഷനിൽ ചെയ്ത ആള് തെറ്റിച്ചതായിരിക്കാനാണ് വഴി. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 6,28,000 വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 6,56,000 വോട്ടുമാണ് കിട്ടിയതെന്നാണ് ആക്ച്വലി വേണ്ടിയിരുന്നത്. പക്ഷെ അതിന്റെ മുകളിൽ ടോട്ടൽ വോട്ട്, അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ മൊത്തമുള്ള വോട്ട് 6,28,000. ഇനിയിപ്പോ അതാണ് ട്രോള്. ഓക്കെ, നമുക്ക് ആ തമാശ മാറ്റി വെച്ചാൽ തന്നെ ഈ പറയുന്ന അഡീഷണൽ വോട്ടുകളെല്ലാം ഓക്കെ BJP സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് പോയത് എന്ന് എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പുണ്ട്? കോൺഗ്രസിന് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, CCTV ഫുട്ടേജ് 45 ദിവസത്തിന് ശേഷം നശിപ്പിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ 45 ദിവസം കാത്തിരുന്നു? മൂന്നാമത്തെ കാര്യം, വോട്ടർ പട്ടിക ഇവർക്ക് നൽകിയില്ല എന്ന് പറയുന്നത് അത് തികഞ്ഞ അസത്യമാണ്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ പട്ടിക കൊടുത്ത് അവര് ഫോമിൽ ഫില്ല് ചെയ്ത് തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കത്തുള്ളൂ. അപ്പൊ വോട്ടർ പട്ടിക ഞങ്ങൾ ചോദിച്ചിട്ട് തരുന്നില്ല എന്ന് പറയുന്ന അസത്യം. അതായത് എന്ത് കള്ളവും പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അത് വളരെ ആധികാരികമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതേപോലെ തന്നെ ആഫ്റ്റർ 5:30 വോട്ടേഴ്സിന്റെ ടേൺ ഔട്ട് കൂടി. അതായത് പുള്ളിയുടെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്ധ്യ മയങ്ങി വോട്ടർ CCTV-യിലൊന്നും വരാത്ത വിധത്തിൽ ആൾക്കാർ ബൾക്കായിട്ട് വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോയി, ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പരാതിപ്പെട്ടില്ല? അങ്ങനെയാണെങ്കിൽ കള്ള വോട്ടുകൾ അവിടെ പിടിച്ചിട്ടുണ്ടോ? കള്ള വോട്ടർമാർ പിടിച്ചിട്ടുണ്ടോ? ഡബിൾ വോട്ടേഴ്സ് അവിടെ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. UP-യിലെ ഏതോ ഒരു മണ്ഡലത്തിലെ ഒരു ശ്രീവാസ്തവയുടെ വോട്ടും പിടിച്ചോണ്ട് വന്നു. മിനിറ്റ് വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും UP-യിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ സാധനം പൊളിച്ച് കൈ കൊടുത്തു. അങ്ങനെ ഒരാൾ രണ്ടാമത്തെ അവിടെ ഒരു വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന്. അതായത് ഇത്തരം കള്ളത്തരങ്ങളെ പറയുക. പക്ഷേ കുറെ ഫണ്ടാസ് പറഞ്ഞുകൊണ്ട് വന്നിട്ട് രാഹുലിന്റെ കുറെ പത്രപ്രവർത്തകരുണ്ട്, സോകോൾഡ് പത്രപ്രവർത്തകരുണ്ട്, സ്വയം ചമയുന്ന ആൾക്കാരുണ്ട്, കുറെ ജേർണലിസ്റ്റ് വക്കീലന്മാരുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഇന്റർനാഷണൽ വിദഗ്ധന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഈ രാഹുലിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ വിവിധ രീതിയിൽ തോന്നുന്ന ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ പെട്ടെന്ന് പോസ്റ്റുകൾ വരികയാണ്. ഓക്കെ, വളരെ എഴുതി തയ്യാറാക്കിയ ലോങ് ലേഖനങ്ങളാണ് വരുന്നത് അപ്പോഴത്തേക്ക്. അപ്പൊ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആക്ടിവിറ്റി അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ പറയുന്നതിനകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസ്യതയില്ലാത്ത, അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒരാളെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ യൂട്യൂബ് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് വാച്ചിങ് എന്ന് പറഞ്ഞിട്ട്, ഇനി അയ്യോ ഇത് പുറത്തു വരുമോ എന്ന് കളിയാക്കിയ അവരത് വാച്ച് ചെയ്യും. കാരണം അവർക്ക് നേരെ ഒരു ആരോപണം
വന്നു കഴിഞ്ഞാൽ അവർ പരിഭ്രമിക്കുകയല്ല, മിനിറ്റ് വെച്ചിട്ട് അവർ ആ സാധനത്തിനെ പൊളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇത്രയും സുതാര്യമായിട്ടും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അടുത്തിടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു കർണാടകയിലെ തന്നെയാണ് ഒരു MP, രാഷ്ട്രീയക്കാര് ഒരു ക്ലോസ്ഡ് റൂം മീറ്റിംഗിൽ അയാൾ തന്റെ പ്രവർത്തകരോട് പറയാണ്, പണ്ടൊക്കെ ഈ വോട്ടിംഗ് മെഷീൻ ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങള് ബൂത്ത് പിടിച്ചടക്കി എല്ലാവരും സീല് കുത്തി നേരെ പെട്ടിയിൽ ഇടുകയായിരുന്നു, ഞങ്ങൾ അങ്ങ് ജയിക്കുമായിരുന്നു, വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങളെന്ന്. ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ സോഷ്യൽ മീഡിയ കിടക്കുന്ന കോൺഗ്രസ് നേതാവ് സ്വന്തം അനുയായികളോട് പറയുന്ന കാര്യമാണ്, ഇതാണ് ഇവർക്ക് വോട്ടിംഗ് മെഷീനോടുള്ള വിരോധം, വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്നു ഈ എന്ന് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ തന്നെ ഒരു ചെറിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഈ മറ്റ് മൾട്ടിമീഡിയ ഫെസിലിറ്റീസ് ഒക്കെ വെച്ച് ഏറ്റവും അവസാനം ദേശീയ ഗാനത്തോടു കൂടി അത് അവസാനിക്കുന്നു. ഒരു പതിവില്ലാത്ത തരത്തിലുള്ള വാർത്താ സമ്മേളനം. അതാണ് ഇത് വൺ ടൈം. അതായത് പുള്ളിയോട് അന്നേരം തിരിച്ചു ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്താൽ അപ്പൊ പൊളിയും. അത് ബോധമുള്ള ഏതെങ്കിലും പത്രപ്രവർത്തകർ അവിടെ ഇരുന്ന് അന്നേരം ചോദ്യം ചോദിച്ചാൽ പുള്ളിക്ക് അന്നേരം ബബ്ബ അടിക്കും. കാരണം പഠിച്ചു വന്നത് പാടാൻ മാത്രമേ പുള്ളിക്ക് അറിയുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ക്യാമ്പയിനിങ് ആണ്. ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിൽ 1,00,000 പേരുടെ റാലി, ഇതൊരു വലിയ ഉദ്ദേശത്തിന്റെ പുറത്താണ് നടക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യം ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഓക്കെ, കാരണം ഇതിന് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇന്നിപ്പോ August 8 കഴിഞ്ഞ വർഷം August 5 ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ചത്. അതിന്റെ തുടക്കവും അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയതും ഇതേപോലെ തന്നെ വോട്ടർ പട്ടികയിലെ, ഇത് അധികം ആരും ശ്രദ്ധിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി 74% വോട്ടോടുകൂടി ഭരണത്തിൽ കയറിയ ഷെയ്ഖ് ഹസീനയെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ആരോപിച്ചാണ് അവിടെ സമരം തുടങ്ങിയത്. പിന്നെ അത് പല വഴിക്ക് പോയി. പക്ഷെ ഇതായിരുന്നു മൂല കാരണം. അത് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കൃത്രിമം നടന്നു എന്ന് ജനങ്ങളിലേക്ക് വല്ലാതെ ന്യൂസ് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ അനുയായികൾ പോലും കൺഫ്യൂസ്ഡ് ആയിട്ട്, കാരണം ഇത് പുറത്തു പറയാനായിട്ടുള്ള സാഹചര്യമില്ല. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കുന്നതിന് പിന്നിൽ വലിയൊരു അജണ്ട ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന അവര് വന്നിട്ട് അവിടെ ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ്, നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഒരു ഭാഗവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നും നമ്മുടെ ബേ ഓഫ് ബംഗാളില് ഉള്ള സെന്റ് മാർട്ടിൻസ് ഐലൻഡ് അമേരിക്കയ്ക്ക് സൈനിക താവളം നടത്താനായിട്ട് വിട്ടുകൊടുക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു. ഇത് രണ്ടും ഷെയ്ഖ് ഹസീന സമ്മതിച്ചില്ല. ഓക്കെ, ഷെയ്ഖ് ഹസീന അധികാരം വിട്ട് പുറത്തു പോകുന്ന സമയത്ത് അവരിത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതിന് സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്നും ബംഗ്ലാദേശില് അധികാരത്തിൽ തുടരാമായിരുന്നു. അപ്പോൾ ആ മൊമെന്റിൽ അവരെ പുറത്താക്കാൻ ഡീപ് സ്റ്റേറ്റ് തീരുമാനിച്ചു. അതിന് കൊണ്ടുവന്ന നരേറ്റീവ്സ് ആണ് എന്നും ഇസ്ലാമിക തീവ്രവാദികള് എല്ലാ രാജ്യങ്ങളിലും ഇവരുടെ ചട്ടുകം തന്നെയാണ്. അത് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഐസിസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇവരുടെ ചട്ടുകം തന്നെയാണ് ഈ അക്രമകാരികൾ. ഇന്ത്യയിലും ഒരു വലിയ വിഭാഗം ഇവരുടെ പിന്നിലുണ്ട്. അവരുടെ ചട്ടുകമാണ് അധികാര ഭ്രമം മൂത്ത്, അതായത് ഡൈനാസ്റ്റി പൊളിറ്റിക്സിൽ നിന്ന് വന്നതാണ്, പ്രധാനമന്ത്രി പദം എന്തോ എൻ്റെ കുടുംബക്കാർക്ക് കിട്ടാനുള്ളതാണ്, അതെന്തോ ആരോ തട്ടിപ്പറിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ള രീതിയിൽ ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയും വൈരാഗ്യത്തോടെയും പെരുമാറുന്ന ഒരു മാനസിക രോഗിയുടെ രീതിയിൽ പെരുമാറുന്ന രാഹുൽ ഗാന്ധി നമുക്ക് കാണുമ്പോൾ ഇത് കഷ്ടമാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം എൻ്റെ ആരോ എന്തോ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, എനിക്കത് തിരിച്ചു പിടിക്കണം, കൊണ്ടുവരുന്നത് മൊത്തം ഈ രീതിയിലുള്ളതാണ്. ഇതേപോലെ റഫേലിന്റെ ആരോപണം കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നേരത്തെ ആരോപിച്ചിരുന്നത് വോട്ടിംഗ് മെഷീനുകളുടെ മുകളിലായിരുന്നു. ഇപ്പൊ വോട്ടിംഗ് മെഷീൻ കഴിഞ്ഞിട്ട് വോട്ടർ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് സാധാരണ മനുഷ്യർക്ക് പോലും ഇന്ത്യയിൽ അറിയാം, വോട്ടർ പട്ടിക എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിൽ, താഴെ തലത്തിൽ, ഈ താഴെ തലത്തില് വരെ സ്വാധീനിക്കാൻ മോദിക്കോ അമിത്ഷായ്ക്കോ കേന്ദ്രത്തിൽ ഇരിക്കുന്ന BJPക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ സാധിക്കും എന്ന് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് സിമ്പിളായിട്ട് തെരഞ്ഞെടുപ്പ് അങ്ങ് ജയിച്ചാൽ പോരായോ? വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയ്ക്ക് സ്വാധീനം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ? ശരിയല്ലേ? അതെ. മാത്രമല്ല ഇവിടെയാണ് ഈ ആരോപണങ്ങളുടെ പൊള്ളത്തരങ്ങള്, ഇവിടെ തന്നെയാണ് ഈ ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ തെളിയുന്നത്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഇവരൊക്കെ കയ്യിലെടുക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ഇന്റലക്ച്വൽസ്, അതായത് കുറെ
മൗത്ത് പീസുകളുണ്ട് ഇവർക്ക്, എഴുതുന്നവരുണ്ട്, അതേപോലെ തന്നെ മീഡിയ. ഇവർക്കൊരു സെറ്റ് ഓഫ് മീഡിയ ഉണ്ട്. ഇവരുടെ എല്ലാം അക്കൗണ്ടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിലെ ബി ജെ പി ഭരിക്കുന്ന സർക്കാരും ചെയ്യുന്നത് വളരെ വളരെ തെറ്റായ കാര്യമാണ്. കാരണം ഇവര് രാഷ്ട്രത്തെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ഒരു ഗൾഫ് ഓഫ് ആൾക്കാരെ കയ്യിൽ പിടിച്ചോണ്ട് അവരെ വെച്ചുകൊണ്ട് ഒരു വലിയ രാഷ്ട്രത്തെ കൈക്കലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവരെല്ലാം ഇവരുടെ ചട്ടുകങ്ങളാണ്. ഇവന്റെയൊക്കെ അക്കൗണ്ടിൽ നോക്കിയാൽ കാണാം ഇവർക്ക് ഈ പറയുന്നതിനും എഴുതുന്നതിനും ചാനലിൽ കൂടെ സംസാരിക്കുന്നതിനും അവരുടെ മൗത്ത് പീസുകളിലൂടെ പുറത്തു വിടുന്നതിനും ഉള്ള എല്ലാ പ്രതിഫലം ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. അത് ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് പുറത്തോ. ഇപ്പൊ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ ഇതേപോലെ രാഹുൽ ഗാന്ധിയുടെ വലിയൊരു പോരാളി, ഇടതുപക്ഷത്തിന്റെ വലിയൊരു പോരാളി ഇപ്പൊ അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ ടൂർ പോയേക്കുക. ഇവരെയൊക്കെ ആരാ കൊണ്ടുപോകുന്നത്? ഇന്നിപ്പോ തന്നെ പലരും UN ജോലി ചെയ്യുന്ന ആളും അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനും ഇംഗ്ലീഷ് പത്രത്തിൽ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകനും ഒക്കെ ഉൾപ്പെടെ കേരളത്തിൽ നിരന്തരം പ്രചരണം നടത്തും. ഇത് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ എല്ലാം വലിയ 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 ലേഖനങ്ങൾ വന്നു കഴിഞ്ഞു. നിരന്തരം 1ഉം 2ഉമായിട്ട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരുടെയൊക്കെ പിന്നിൽ ഇവരൊക്കെ യാത്രകൾ നടന്നു. കോൺഗ്രസ്സുകാർ ഇപ്പം VT ബലറാമിനെ പോലെ, മാത്യു കുഴൽനാടനെ പോലെയുള്ള ആൾക്കാർ ഇടുന്നത് പറയാം, കാരണം ദേ ആർ കോൺഗ്രസ് പീപ്പിൾ. പക്ഷെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവര് ഇതിനെന്തോ വലിയ വിശ്വാസ്യത, അടിസ്ഥാനപരമായിട്ട് വോട്ടർ പട്ടിക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്തിട്ട്, ഞാൻ ഇപ്പൊ പറയാം, രാഹുൽ ഗാന്ധി ഇന്നിപ്പോ രാവിലെ ഒരു വീഡിയോ പുറത്തുവിട്ടതിലൂടെയും പറഞ്ഞിട്ടുണ്ട്, ഇന്നെന്തോ ഭരണഘടനാ സംരക്ഷണ റാലി. ഭരണഘടനയാണ് ഇവരുടെ ആയുധം. ഭരണഘടനയെ ഏറ്റവും കൂടുതൽ എടുത്ത് മിസ്യൂസ് ചെയ്ത ആൾക്കാരാണ്. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഇതിനെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് വരുന്നുണ്ട്. ബംഗ്ലാദേശ് മോഡലാണ്. മനസ്സിലായില്ലേ? ഇവര് തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ എല്ലാം വിശ്വാസ്യതയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാഹുൽ ഗാന്ധിയോടെ താങ്കൾ ഇന്ത്യക്കാരൻ തന്നെയാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പം പെങ്ങളിറങ്ങി നിന്ന് സുപ്രീം കോടതിയെ ചീത്ത വിളിക്കുന്ന കേട്ടോ. ഞങ്ങളെ പറയാൻ ഇവരാരാണ്? അവരുടെ ധാർഷ്ട്യം. ഇത് ഞങ്ങളുടെ രാജ്യം, ഞങ്ങള് ഭരിക്കേണ്ട രാജ്യമാണ്, ഞങ്ങളുടെ രാജാധിപത്യത്തിലുള്ള രാജ്യമാണ്. ഇതോടൊന്ന് സുപ്രീം കോടതിയൊക്കെ ഞങ്ങൾ പറയുന്ന പോലെ കേട്ടോണം, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങളൊന്നും ആയിട്ടില്ല എന്ന ധാർഷ്ട്യമാണ് അവരുടെ വാക്കുകളിലുള്ളത്. മനസ്സിലായി? അതേപോലെ തന്നെ സൈന്യത്തിനെതിരെ എന്തൊക്കെ ആരോപണം? സൈന്യം ചെയ്യുന്ന ഓപ്പറേഷനുകൾക്ക് തെളിവ് ചോദിക്കുക. സൈന്യത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ എത്ര റഫേലുകൾ താഴെ പോയി? റഫേൽ പോയോ ഇല്ലയോ എന്ന് പോലും അല്ല ചോദിക്കുന്നത്, എത്ര റഫേൽ താഴെ പോയി? ഇതാണ് ചോദ്യം. മനസ്സിലായി? അപ്പൊ ഈ രീതിയിൽ അതേപോലെ സൈന്യമായിക്കോട്ടെ, സുപ്രീം കോടതി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും BJP വെറുതെ RSSകാരോട് വെറുതെ ഇരിക്കുന്ന അവരുടെ ഒരു പേരങ്ങ് എടുത്തിട്ട് ഉപയോഗിക്കും. ഇവര് അട്ടിമറിക്കുകയാണ്. അപ്പൊ ജനാധിപത്യത്തെ രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ. ആര്? കുടുംബം. മനസ്സിലായോ? കള്ളപ്പേരിൽ നടക്കുന്ന, 2 പാസ്പോർട്ടുമായിട്ട് നടക്കുന്ന, ഇന്ത്യക്കാരൻ പോലും അല്ലാത്ത രാഹുൽ ഗാന്ധി ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കും, സുപ്രീം കോടതി പോയി മാപ്പ് പറയും. ഇവരെയൊക്കെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നറിയില്ല. വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കിട്ടുമ്പം ജാമ്യം കിട്ടുകയോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ഇരിക്കുന്നവരുടെയൊക്കെ മക്കളെയോ വിദേശങ്ങളിൽ ഇരിക്കുന്ന മക്കളെയോ അല്ലെങ്കിൽ കുടുംബക്കാരെയോ ഇപ്പൊ ഒരുത്തന്റെ വീട്ടിൽ നിന്ന് കത്തിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടുപിടിച്ചല്ലേ. അപ്പൊ ആ രീതിയിലുള്ള എന്തൊക്കെ സ്വാധീനങ്ങളോ ഭീഷണികളോ ഒക്കെയാണോ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ബംഗ്ലാദേശ് മോഡൽ അട്ടിമറിക്കൊക്കെ ശ്രമിക്കുന്നവർ അതിനുവേണ്ടി ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്താൽ അത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ജനാധിപത്യത്തില് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പ്രതിപക്ഷത്തിന് എതിർക്കുക, അട്ടിമറിക്കുക, ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. അത് അവരുടെ അവകാശവുമാണ്. അതിൽ നമുക്ക് ഒരു പരാതിയുമില്ല. മാത്രവുമല്ല, ഇരിക്കുന്ന സർക്കാരുകൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അതിനെ എതിർക്കുക, ഇതൊക്കെ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ അസാധാരണമായിട്ട് നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികാരഭ്രമം മാത്രമല്ല, അധികാരഭ്രമം രാഷ്ട്രീയക്കാർക്ക് അനുവദനീയമാണ്. അറ്റ് ദ സെയിം മൊമെന്റ് ഇവിടെ ആർക്കു വേണ്ടി, എന്തുദ്ദേശത്തില്, എന്ത് രീതിയിൽ ഇവർ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ജനാധിപത്യ വിശ്വാസി എന്നുള്ളത്. നമ്മളൊരു പാർട്ടി പൊളിറ്റിക്സോ മറ്റു കാര്യങ്ങളൊക്കെ വിടാം. പക്ഷെ നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നവര് ഈ ഒരു കാര്യത്തില് അപകടം തിരിച്ചറിയേണ്ടത് എന്തിനാണെന്ന് വെച്ചാല്,
എന്തുകൊണ്ട്, ആർക്ക് വേണ്ടി, എങ്ങനെ ചെയ്യുന്നു. അപ്പൊ ആദ്യം ഇതിന് അവസാനം പറഞ്ഞ കാര്യം ആദ്യം പറയാം. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് രാജ്യത്തെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ വിശ്വാസ്യത കളഞ്ഞു കുളിച്ച് ഞങ്ങൾ ഭരിച്ചാൽ മാത്രമേ ഇവിടം ശരിയാവുകയുള്ളൂ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം പൊളിറ്റിക്കൽ അലൈസിന് വേണ്ടിയിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുമ്പോൾ അവിടെ ഒരു അട്ടിമറിക്കുള്ള ഒരു കളം ഒരുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ക്രെഡിബിൾ ആയിട്ടുള്ള വ്യക്തികളെ പറ്റി, ഈവൻ മരിച്ചുപോയവരെ പറ്റി നമുക്കറിയാം. മുമ്പ് പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ ആശുപത്രിയിൽ മരണത്തിനോടടുത്ത് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സൗഹൃദ സന്ദർശനത്തിന് കാണാൻ പോയിട്ട് രാഹുൽ ഗാന്ധി പുറത്തു വന്നിട്ട് കള്ളം പറഞ്ഞു. മൂക്കിൽ ട്യൂബും ഇട്ടോണ്ട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും പാർലമെന്റിൽ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് നൽകുകയും ചെയ്യുന്നു. ഇപ്പോ 2019 മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലിയെ പറ്റിയിട്ട് 2020 അദ്ദേഹം തന്നെ ഭീഷണിപ്പെടുത്തി. അതും ഏറ്റവും വലിയൊരു ജനാധിപത്യവാദിയായിരുന്ന, ഏറ്റവും ക്ലാസിക്കും ഡീസന്റും ആയിരുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് പ്രതിപക്ഷത്തിന് പോലും അതിൽ അസ്വസ്ഥത ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തെ പറ്റി കള്ളം പറയാം, സൈന്യത്തെ പറ്റി കുറ്റം പറയുക, സുപ്രീം കോടതിയെ പറ്റിയിട്ട് പറയുക. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറയാ, നമ്മളുടെ വോട്ടിംഗ് മെഷീനുകളെ പറ്റിയിട്ട് നേരത്തെ പരാതി ഉണ്ടായിരുന്നു. ഇപ്പോ രാജ്യത്ത് നിലവിൽ നിൽക്കുന്ന നിയമമാണ് ആഫ്റ്റർ 45 ഡേയ്സ് CCTV ഫുട്ടേജുകൾ നശിപ്പിക്കുക. അല്ലാതെ അവർക്കത് എറ്റേണലായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അതിനെ പറ്റിയിട്ട് അതായത് സംശയ ദൃഷ്ടിയിൽ ഇവരെ കൊണ്ട് നിർത്തുക എന്നുള്ള ഇത്തരം നടപടികള്, അതും കള്ളത്തരം പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടർ പട്ടിക ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ 20 വർഷമായിട്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന ഒരാളാണ്, എനിക്കറിയാം ഇതിന്റെ പ്രോസസ്സുകൾ എങ്ങനെ. അദ്ദേഹത്തിന്റെ കാലത്ത് കള്ളർ വോട്ടർ പട്ടികയും കള്ള ആൾക്കാരും ഇപ്പൊ തന്നെ ആധാറിനെ പാൻ കാർഡും ആധാറും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പം എത്രയോ ലക്ഷം വോട്ടർമാര് അപ്രത്യക്ഷമായത് നമ്മൾ കണ്ടിട്ടുണ്ട്, കള്ള വോട്ടർമാര് അല്ലെ. അപ്പൊ അതൊക്കെ ആരായിരുന്നു ചെയ്തിരുന്നത്? അതിന്റെ ഒന്നും പേരിൽ ഇവരെ ക്രൂശിക്കാൻ ആരും പോയിട്ടില്ല, ഇതിന് മുമ്പിലുള്ളതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോ നടക്കുന്ന വോട്ടർ പട്ടികയിൽ തെറ്റുകൾ പറ്റാം, അതിൽ ഒരു തർക്കവുമില്ല. ഈവൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ടർ പട്ടികയിൽ ഡ്യുവൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു, അത് കണ്ടെത്തി അത് പുറത്തു കളഞ്ഞു. അതിനാ പറയുന്ന വോട്ടറോ, അതൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷെ അത് കറക്റ്റ് ചെയ്യാനും അതിനുള്ള മെഷറൻസ് എടുക്കാനും ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും കേന്ദ്രത്തിൽ ഇരുന്നിട്ടോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഒന്നും അല്ല ചെയ്യുന്നത്. ഇതൊരു പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന ഒരു പാർട്ടിക്കോ വിചാരിച്ചാൽ കളങ്കപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര്. അവർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയം ഉണ്ടാവും, അതും വിവിധ രാഷ്ട്രീയത്തിലുണ്ടാവും. ഓക്കെ, വോട്ടർ പട്ടിക കാലാകാലങ്ങളിൽ പുതുക്കപ്പെടും, മരിച്ചുപോയവർ ഒഴിവാക്കപ്പെടും, പുതിയ വോട്ടർമാരെ ചേർക്കും, ചിലര് ഡെലിബറേറ്റ് ആയിട്ട് കള്ള വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നവരുണ്ടാവും. ഇപ്പോ ഇതേ ദിവസം തന്നെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയ അതേ ദിവസം തന്നെ കേരളത്തില് 2.5 ലക്ഷം കള്ള വോട്ടുകൾ ചേർത്തു എന്ന് പറഞ്ഞിട്ട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അതിനെപ്പറ്റി പരാതി കൊടുത്തു. അതിനെപ്പറ്റി ഒരു വാർത്തയും വരുന്നില്ല. വളരെ സെറ്റിലായിട്ട് ആ സാധനം പറഞ്ഞു പോകുന്നതല്ലാതെ അത് വളരെ കാര്യകാരണ സഹിതം പറയുമ്പോൾ അതൊരു വാർത്തയാവുന്നില്ല. മറിച്ച് ഈ ഒരു കാര്യത്തില് അദ്ദേഹം ഓർക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറയുന്നത് കള്ളമാണെന്നോ രാഹുൽ ഗാന്ധി പറയുന്നത് അട്ടർ നോൺസെൻസ് ആണെന്നോ ഡിനൈ ചെയ്യാനല്ല പറഞ്ഞത്. പക്ഷേ രാജ്യത്ത് ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്, ഭരണഘടന അനുസരിച്ച് ഇവിടെ അതിനൊരു വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്, ആ മാർഗത്തിലേക്ക് വന്ന് ഒഫീഷ്യലായിട്ട് ഗിവ് അസ് എ കംപ്ലൈന്റ് ഇൻ റൈറ്റിംഗ്, വി വിൽ ഡു ദ നെസസറി. അല്ലാതെ തെരുവിൽ പോയി പ്രസംഗിച്ച് രാജ്യത്തെ ജനങ്ങളെ ഇളക്കി വിട്ട് കലാപം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധി മറ്റേ പെഗാസസിലെ ഫോണുകള്, എന്റെ ഫോൺ ചോർത്തി എന്ന് പരാതി പറഞ്ഞ് നടന്ന ആള്, എന്നാ ആ ഫോൺ തരൂ, ഞങ്ങൾ പരിശോധിക്കട്ടെ, അതിൽ ചോർച്ചൽ നടന്നിട്ടുണ്ടോ, അതിൽ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പുള്ളി തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ ആരോപണങ്ങളിലും തെളിവുകൾ കൊടുക്കണം. റഫേലിന്റെ കാര്യത്തിൽ പറഞ്ഞ ഇതേപോലെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹം ആരോപണം ഉന്നയിക്കുക, ഹിറ്റ് ആൻഡ് റൺ ആണ് പുള്ളിയുടെ സ്റ്റൈല്. മനസ്സിലായോ? ഹിറ്റ് ആൻഡ് റൺ, അതായത് ഒരാരോപണം എയറിലേക്ക് അങ്ങ് വിടുക, അത് പ്രചരിപ്പിക്കാൻ പിണിയാളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഇതിന് തെളിവ് കാര്യങ്ങൾ ഇത് വരുമ്പോൾ അതിന് തെളിവും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ തയ്യാറാവാതിരിക്കുക, അന്നേരം ഗുണ്ടായിസം കാണിക്കുക. ഇനി അഥവാ കോടതിയിലെത്തിയാൽ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുക, ഇല്ലേ ജാമ്യം എടുത്ത് മുങ്ങി നടക്കുക. ഇതാണ് ശൈലി. അതുകൊണ്ട് തന്നെ
ഈ മനുഷ്യന് വിശ്വാസ്യത അങ്ങേയറ്റം കുറവാണ്. പക്ഷെ ഇതിന് പിന്നിൽ കളിക്കുന്നവർ, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ പിന്നിൽ ഈ കളിപ്പിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അതിന്റെ പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള ഒരു രാജ്യത്തെ, ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ കൈപ്പിടിയിലാക്കാൻ, സ്വന്തം വരുതിയിലാക്കാനായിട്ട് ഡീപ് സ്റ്റേറ്റിന്, നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് ലാംഗ്വേജ് ആണെങ്കിൽ പോലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യത്തിന് നമ്മൾ വഴങ്ങാതിരുന്നാൽ തട്ടിക്കളയുക. അത് ഇന്നലെ മോദി അതിനെപ്പറ്റി പറഞ്ഞു. അതിനെപ്പറ്റി നമ്മുടെ വാർത്താ ചാനലുകൾക്കൊന്നും പറയണ്ട. കാരണം മോദി പറഞ്ഞു, ഇതിന്റെ പേരിൽ വലിയ കോൺസിക്വൻസസ് വ്യക്തിപരമായി പോലും ഞാൻ നേരിടേണ്ടി വരും. അതിലൊരു വലിയ അപകട സൂചനയുണ്ട്, അദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണി ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടാവാം. കാരണം നമുക്കറിയാം, CIA എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ ഏജൻസി, അവരുടെ പേരെടുക്കുന്നവരെ പോലും ഒരു തട്ടിക്കളയും. നമ്മൾ 60കളില് നമ്മൾ ആണവശക്തിയായി മാറേണ്ടതായിരുന്നു. ഹോമി ജെ ബാബ അതിന്റെ അടുത്തെത്തിയ സമയത്ത് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായ വിമാനാപകടം വളരെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തതാണ് എന്ന് CIA റെക്കോർഡ്സുകൾ വെച്ചിട്ട് വിക്കിലീക്സ് അതിനെപ്പറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ വിക്രം സാരാഭായ് തിരുവനന്തപുരത്തെ ഇന്നിപ്പോ ITCയുടെ ഹോട്ടലിൽ അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചത്, ലാൽ ബഹാദൂർ ശാസ്ത്രി, അദ്ദേഹത്തിന്റെ കൊലപാതകം, ഇങ്ങനെ എണ്ണമറ്റ കൊലപാതകങ്ങൾ നടന്നതിന് പിന്നിൽ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ട് എന്ന് ഇന്നിപ്പം വെളിവായിട്ടുണ്ട്. കാരണം ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 2009 നമ്മുടെ 2008 നവംബറിലെ നമ്മുടെ ആക്രമണത്തിന് ശേഷം ഹവാനയിൽ വെച്ചിട്ട് മൻമോഹൻ സിംഗിനെ ജോർജ് ബുഷ് ജൂനിയർ, രണ്ടാമത്തെ ജോർജ് ബുഷ്, അമേരിക്കയുമായിട്ട് ആണവ കരാറില് നമ്മൾ അന്നേരം ഏർപ്പെടാൻ അവിടെ പോയപ്പോൾ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉണ്ടായത് ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ അവിടെ വെച്ച് പാകിസ്ഥാനുമായിട്ട് മീറ്റ് ചെയ്യാനും ഹസ്തദാനം ചെയ്യാനും മൻമോഹൻ സിംഗ് തയ്യാറായി. കാരണം അമേരിക്കയുമായിട്ടുള്ള റിലേഷനിൽ അമേരിക്കക്ക് ഒറ്റ ഇതേ ഉള്ളൂ, ഞങ്ങൾ പറയുന്നത് കേൾക്കുക, ഞങ്ങൾ പറയുന്നതിന് വഴങ്ങുക. അങ്ങനെയാണെങ്കിൽ യു ആർ ഇൻ അവർ ഗുഡ് ബുക്സ്, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഞങ്ങളുടെ മാർക്കറ്റായി നിങ്ങൾ തുടരുക. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു അവസ്ഥയിൽ അവർക്ക് നമ്മളോടുള്ള ഏറ്റവും വലിയ വിരോധം അവരുടെ മാർക്കറ്റ്, അല്ലാതെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു ആരോപണം, അതിനൊരു കാരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാരണം മാത്രമാണ് അവരുടെ. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂരിൽ നമുക്കും അറിയാമായിരുന്നു, ഒരുപക്ഷെ പുറത്തു വന്നിട്ടില്ലാത്ത സത്യമായിരിക്കാം, പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ തന്നെ ആണവായുധങ്ങളായിരുന്നു ഇന്നിപ്പോ പറയുന്നുണ്ട്. കാരണം ചൈന, ഇറാന്, റഷ്യ, ഇന്ത്യ, ഈ 4 രാജ്യങ്ങളുടെയും ഇടയിൽ ക്രിട്ടിക്കലായ ഒരു പോയിന്റിൽ സ്വന്തം ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ശക്തി, സൈനിക കേന്ദ്രം കൊണ്ട് വെക്കുക എന്നുള്ളത് അമേരിക്ക ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ചാക്രമിച്ച് അത് തകർത്ത് കളഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി പരാതി പറയാനോ അതിനെതിരെ എതിർക്കാനോ നമുക്ക് നേരെ ഡയറക്റ്റ് യുദ്ധത്തിന് വരാനോ അമേരിക്കക്ക് സാധിക്കുന്നില്ല. അതിന്റെ ചുരുക്കാണ് ഇപ്പൊ താരിഫ് വാറായിട്ടും അതേപോലെ തന്നെ മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി പുറത്താക്കാനായിട്ടും ശ്രമിക്കുന്നത്. അതിനുള്ള ഇന്ത്യൻ ടൂളാണ് രാഹുൽ ഗാന്ധി. ഇപ്പോ രാഹുൽ ഗാന്ധി ടൂളാണ്. രാഹുൽ ഗാന്ധിയെ പലതവണ അവർ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് ഒരു ഡൈനാസ്റ്റി ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ആണ് ഭരിക്കേണ്ടവര്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി സുപ്രീം കോടതിയെ പറയുന്ന കേട്ടില്ലേ, രാഹുൽ ഗാന്ധിക്കെതിരെ താങ്കൾ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആരാണ് അവർ പറയുന്നതെന്നുള്ള ധാർഷ്ട്യത്തോടുള്ള സുപ്രീം കോടതി ആരാണ് ഞങ്ങളുടെ രാജ്യസ്നേഹം അളക്കാനെന്നൊക്കെ അവരുടെ നേരെ ആക്രോശിക്കുന്നതിന് കാരണം അവരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ അവരാണ് നിൽക്കുന്നത്. അവരുടെ മുമ്പലത്തെ ടൂൾ ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഒരുപക്ഷെ വീണ്ടും 2026-27 ആകുമ്പോഴത്തേക്ക് എമർജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്, ഇയാള് എഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ മോദി സർക്കാർ എന്താ പറയുന്നത്, കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഇയാളെ സംരക്ഷിക്കുന്നത്. കാരണം ഇയാളെ പടമാക്കിയാൽ അത് വെച്ച് അടുത്ത വോട്ട് വിടും. പണ്ട് രാജീവ് ഗാന്ധിയെ ചെയ്തതുപോലെ അത് വെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഇവർ ശ്രമിക്കുമെന്നുള്ളത് കൊണ്ട് ഇയാളെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ അതിനും സാധ്യതയുണ്ട്. ഇയാളെ തട്ടിയേച്ച് അടുത്ത ആളെ കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമത്തിലേക്ക് അവർ പോകാനും ഉള്ള സാധ്യതയുണ്ട്. ആ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം അതാണ്. ഐദർ നിന്നെ കൊണ്ട് നടക്കുക, ഇല്ലെങ്കിൽ നിന്നെ തട്ടു അടുത്ത ആളെ വെക്കും. ഇതാണ് സംഭവിക്കുക. അതെ, ഇന്ത്യ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ
ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. കഴിഞ്ഞ 70-75 വർഷമായി ഈ ജനാധിപത്യം ഈ ലോകത്തിന്റെ സാന്നിധ്യം ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അത് ബംഗ്ലാദേശ് മോഡൽ എന്നൊക്കെ പറയുമ്പോഴും അത് ഇന്ത്യൻ സാഹചര്യത്തിൽ വിജയിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത വേണം എന്നതും അത്യാവശ്യമാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും. പങ്കെടുത്തതിന്. നമസ്കാരം. നന്ദി.